വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അനിയനെ പോലെ കരുതുന്ന ഒരു ഫാമിലി, എബിനെ, ചിഞ്ചു, ഇവർ രണ്ടുപേരും 2-3 മാസം മുമ്പ് അയർലൻഡിൽ നിന്ന് നമ്മുടെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അവർ വന്നിരിക്കുന്നത് പറയുന്നത് സിഡ്നി അടുത്തല്ല, ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഒരു ബോർഡറാണ്, ബ്രോക്കൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അവർ വന്നത്. അപ്പം അവരെ എന്നെ കാണാൻ വേണ്ടി ബ്രിസ്ബനിൽ വന്നിട്ടുണ്ട് 2 ദിവസത്തേക്ക്. അപ്പോൾ അവരെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ റൂറൽ ഓസ്ട്രേലിയ ചേട്ടാ അപ്പോൾ ജീവിക്കാൻ പറ്റുമോ, റീജിയണൽ ഓസ്ട്രേലിയ അങ്ങനെ കാടാണോ, പാമ്പുണ്ടോ, ജമ്പുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പ്രശ്നങ്ങളാണോ, സ്കൂളുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഔദ്യോഗികമായിട്ട് തന്നെ ഉത്തരം തരാനായിട്ട് പറ്റുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അവർ നമുക്ക് വെൽക്കം ചെയ്യാം. ഇത് എബിനും ചിഞ്ചു. ഇത് എബിൻ, ഇത് ചിഞ്ചു. അപ്പോൾ എബിനെ, അപ്പോൾ ആദ്യമേ ഒന്ന് പറഞ്ഞേ, നമ്മൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്നൊന്ന് പറ. നമ്മൾ ഒരു 4-5 വർഷം മുമ്പ് ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ മെയിൽ ചെയ്താണ്. പുള്ളീനെ ഡയറക്റ്റ് നമ്പറൊന്നും ഇല്ലായിരുന്നു. ചേട്ടൻ്റെ മെയിൽ ഐ ഡിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൽ ചെയ്തു. എന്നിട്ടോ ആള് തിരിച്ചു വിളിച്ചു. എന്നിട്ടോ തിരിച്ചു വിളിച്ചു, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. എത്ര ഇപ്പം 2-3-4 വർഷം കൊണ്ട് നിങ്ങൾ ചുരുക്കം പറഞ്ഞ ഇപ്പോൾ ഇവിടെ എത്തി അല്ലേ? ഇവിടെ എത്തി അല്ലേ? ഓക്കെ. അതെ, നാട്ടിലായിരുന്ന സമയത്ത് വിളിക്കുന്നത്. നാട്ടിലായിരുന്ന സമയത്ത്, ഇന്ത്യയിലായിരുന്ന സമയത്താണ് വിളിച്ചത്. അതെ, ഇവരെന്നെ വിളിക്കുന്ന സമയത്ത് ഇവർക്കൊരു കൊച്ചും കൂടി ഉണ്ട്, കൊച്ചകത്താണ്. ഒരു 4.5 വയസ്സുള്ള മോളുണ്ട്, ആമിക്കുട്ടി. അപ്പം ചിഞ്ചു അയർലൻഡിലായിരുന്നു, എബിൻ നാട്ടിലായിരുന്നു, എബിനും മോളും നാട്ടിലായിരുന്നു. അപ്പോൾ എബിൻ നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വീഡിയോ കണ്ട് എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് അന്ന് മുതൽ ഞങ്ങൾ സംസാരത്തിലുണ്ടായിരുന്നു. അപ്പം 3-4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പം ഇന്ന് മിനിഞ്ഞാന്ന് ഇവരോട് വന്നു. ഏകദേശം സിഡ്നിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്നു. സിഡ്നിയിൽ നിന്ന് പിന്നെ ഒരു 12 മണിക്കൂർ ഉള്ളിലാണ്. അപ്പോൾ എബിനെ, ചിഞ്ചുവിനോട് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ നിങ്ങൾ പോരുന്ന സമയത്ത് നിങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലേ, ഇവിടെ വന്നാൽ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ പോയാൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒത്തിരി പേര് പറയാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നിങ്ങൾ ബ്രിസ്ബൻ കണ്ടു, സിഡ്നി കണ്ടില്ല, അഡലേഡിലാണ് വന്ന് നിങ്ങൾ ലാൻഡ് ചെയ്തത്. അഡലേഡ് അത്യാവശ്യം കറങ്ങി കണ്ടു. നിങ്ങൾ അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നു, ഫ്ലൈറ്റിലാണ് വന്നത്, ഇവർ ഡ്രൈവല്ല വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രിസ്ബനിൽ ഞാൻ 1-2 ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണിച്ചു. അതെ, നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നൊന്ന് പറയണം. അയർലൻഡിനെ കമ്പയർ ചെയ്തും പറയുക, അതുപോലെ മറ്റുള്ള സിറ്റികളിൽ ഈ ബ്രിസ്ബനെ കമ്പയർ ചെയ്ത് രണ്ടുപേരും അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? നല്ലത് പറഞ്ഞു. ചിഞ്ചുവാണ് ജോലി ചെയ്യുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ജീവിത സൗകര്യങ്ങൾ ആദ്യമേ പറയാം, എന്നിട്ട് നമുക്ക് ജോലിയുടെ കാര്യങ്ങൾ പറയാം. ഇച്ചിരി അടുത്ത് വന്നാലും മൈക്ക്. ഞങ്ങളിപ്പം ബ്രോക്കൺ ഹിൽ എന്ന് പറഞ്ഞത് ഒരു റൂറൽ ഏരിയ ആണ്. എനിക്ക് ആക്ച്വലി സിറ്റിയിലാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾക്ക് സിറ്റി ലൈഫ് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റൂറലിലേക്ക് പോയതാണ്. അല്ല, സിറ്റി ലൈഫ് താല്പര്യം ഇല്ല എന്ന് പറയാൻ കാര്യം, ഞങ്ങൾ അയർലൻഡിൽ ഡബ്ലിനിലായിരുന്നു. സിറ്റി ലൈഫിൻ്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച ഒരു ഫാമിലിയാണ് ഞങ്ങൾ. അതുകൊണ്ട് വേണ്ടാന്ന് ചൂസ് ചെയ്ത് ലിവിങ് ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ ഉള്ളിലോട്ട് പോയത്. ബ്രോക്കൺ ഹില്ല് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്താണ് പോയത്. ബ്രോക്കൺ ഹില്ല് റൂറലാപ്പം അവിടെ എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെയായിരിക്കും അവിടെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി പോയതുകൊണ്ട് ഞങ്ങൾ അത്ര ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്. പിന്നെ അവിടെയുള്ള പോസിറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റി ഉള്ള ഒരു 15 ഫാമിലീസേ ഉള്ളൂ. അപ്പോൾ ഉള്ളൊരു നല്ലൊരു ഇതിലാണ് പോകുന്നത്, നല്ല സഹകരണത്തിലാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഡ്യൂട്ടി, ഇതൊരു ചെറിയ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു 100 ബെഡ്സേ ഉള്ളൂ. അപ്പം നമുക്ക് ഹോസ്പിറ്റൽ അങ്ങനെ ഭയങ്കര ഹെവി ഒന്നുമല്ല, പേഷ്യൻസിൻ്റെ എണ്ണം കുറവാണ്. അപ്പം അതിൻ്റേതായ നമുക്കൊരു ചെറിയ റിലാക്സേഷൻ ഉണ്ട്. ഭയങ്കര സ്ട്രെസ്ഡ് ഒന്നും ആവത്തില്ല നമ്മൾ വലിയ ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ ഒരു പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ 8 hours ഡ്യൂട്ടി. ഞാൻ മെഡിക്കൽ വാർഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ അയർലൻഡിൽ 12 hours ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, 5 days പോകണമല്ലോ എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ ഒരു 1 week അതെനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു, എല്ലാ ദിവസവും പോകണം എന്നുള്ളത്. പക്ഷേ അതിന് ശേഷം ഇപ്പം ഞാനതിൽ ഹാപ്പിയാണ്. കാരണം എല്ലാ ദിവസവും നമുക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്, നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ 12 hours എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പിന്നെ ആ ഒരു ദിവസം വീട്ടിലോട്ടായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം അത് ഒരു ഇപ്പം ഞാനത് ഓക്കെയാണ്, ഞാൻ അതിൽ ഹാപ്പിയാണ്. ആദ്യം വന്നപ്പം ചിഞ്ചിന് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? 8 മണിക്കൂർ ചെയ്യണമല്ലോ, എല്ലാ ദിവസം പോകണമല്ലോ? ബുദ്ധിമുട്ടായിരുന്നു. കാരണം അയർലൻഡില് 7 ദിവസത്തിലൊരു 3 ദിവസമൊക്കെ വർക്ക് ചെയ്താൽ മതി. നടുക്ക് പിടിച്ചു 2 പേർക്കും പറയാം. അയർലൻഡിലൊരു
വീക്കിലി 7 ദിവസത്തിലൊരു 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 4 ദിവസമൊക്കെ യു കെയിലും അത് തന്നെയാണ് അവസ്ഥ. ഇവിടെ വന്നിട്ട് അന്നേരം 12 മണിക്കൂറുണ്ട്. പക്ഷെ നമുക്ക് ഒരു അടുപ്പിച്ച് ഒരു 3 ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടയർഡാണ് നമ്മള്. ചില പിള്ളേരെ കാണാൻ പറ്റിയല്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 8 മണിക്കൂർ മോർണിംഗ് ഞാൻ 3 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും. അത് പൊതുവെ ഓസ്ട്രേലിയയിലുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ട് നിങ്ങളിപ്പോൾ റൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ബ്രോക്കൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ന് പറയുന്ന അഡലേഡിൽ നിന്ന് ഒരു 5 മണിക്കൂറുള്ളിലാണ്. മെൽബണിൻ്റെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെയും മറ്റേ വിക്ടോറിയയുടെയും ബോർഡറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്തുള്ളൊരു മലയാളിക്കടയിലോട്ട് പോകേണ്ട എനിക്കറിയാം ഇവരൊരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് മിൽഡൂര എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. വിക്ടോറിയ സ്റ്റേറ്റിലെ അടുത്ത സ്റ്റേറ്റിലാണ് മിൽഡൂര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതെ. പക്ഷേ നമുക്കത് ഞങ്ങളിവിടെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഒരു 5-8 മാസമായിട്ട് വരുന്നതിന് മുമ്പ് തൊട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അയർലൻഡിനെ സംബന്ധിച്ച് മലയാളി കടയിൽ പോയാലാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് പറ്റിയ സാധനങ്ങളും ഒക്കെ ആ ഒരു കടയിൽ നിന്ന് മാത്രമാണ് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ മട്ടേരി ഒഴികെ ബാക്കി എല്ലാ സാധനവും, അതായത് ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. അപ്പോൾ നമുക്കത് ഇല്ലെങ്കിലും മലയാളിക്കടയിൽ പോയില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വലിയ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബ്രെഡ് വേണം, പാല് വേണം, മുട്ട വേണം, എത്ര ദൂരം പോയാലോ സൂപ്പർ മാർക്കറ്റുള്ള? 1 കിലോമീറ്റർ. റീജിയണൽ ഓസ്ട്രേലിയ സിഡ്നിയിൽ നിന്ന് 12 മണിക്കൂർ ഉള്ളിലാണ്, ഡ്രൈവിലുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. അത് റീജിയണൽ എന്ന് പറഞ്ഞാൽ പക്ക റീജിയനാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ ഇവർക്ക് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് ആ പോയിന്റിലേക്ക് വരാനാണ് ഇടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോരാൻ മറ്റ് ജീവിത സാഹചര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്കൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അയർലൻഡിൽ, അതായത് സിറ്റി സെൻറ്റർ, അതായത് ഡബ്ലിൻ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിരുന്നു. നമ്മൾ എന്ന് വെച്ചിട്ട് എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ പോലും നമ്മൾ ആ സിറ്റിയിട്ട് പോകുന്നില്ല. ആവശ്യങ്ങൾ വന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് വന്നു അതിൻ്റെതായ. പക്ഷെ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് വന്നോണ്ട് അത് ഞങ്ങൾക്ക് അതിലും ബെറ്റർ ഇതാണ്. ബെറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് കുറച്ചുകൂടി സൗകര്യം കുറവാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതാ ഞാൻ ചോദിക്കാൻ വന്നേ, അതിലും ബെറ്റർ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചാലും നല്ലതായിരുന്നു. കുറച്ചുകൂടി സ്ട്രഗിൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. നിങ്ങൾ വന്നപ്പോൾ തന്നെ വീടും മറ്റു സാഹചര്യങ്ങളും കുറച്ച് ചെറിയ പാക്കേജുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ തൊട്ടടുത്ത 2 മിനിറ്റ് എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ അതൊരു പോസിറ്റീവ്സ് ആണ്. പിന്നെ കൊച്ചിന് സ്കൂള് അത് ഒരു 20 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരം. 20 മിനിറ്റ്സ് നടക്കാനുണ്ടോ സ്കൂളിലോട്ട്? നടക്കാനാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ഥലമല്ലേ, മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കാർ ഡ്രൈവ് ചെയ്താൽ എന്ത് കാര്യത്തിന് പോണെങ്കിലും എല്ലാം തൊട്ടടുത്ത്. അമീനത്തുണ്ട് ഇവിടെ ആൾക്കാർ അന്വേഷിക്കുന്നു, ഓടി വന്നേ. അപ്പം നിങ്ങൾ ഹാപ്പിയാണ്? ഞങ്ങൾ ഹാപ്പിയാണ്. ഒരു പരാതി പറയാനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പരാതി പറയാനുള്ളത്? പരാതി പറയാനാണെങ്കിൽ നമ്മുടെ ഇതാണ് എൻ്റെ മോള് കേട്ടോ, ഞങ്ങളുടെ മോള്. ആമി. നമുക്ക് എന്റർടൈൻമെന്റ്സ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അഡൽട്സിന്. അതായത് നമുക്ക് ഷോപ്പിംഗ് മാൾസോ, പിന്നെ നമ്മുടെ തിയേറ്റർ ഉണ്ട്, ഇംഗ്ലീഷ് മൂവീസ് വരും. പിന്നെ നമ്മുടെ മലയാളം സിനിമ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. മലയാളം പള്ളിയില്ല. സ്കൂളുണ്ട്, അത് പബ്ലിക് സ്കൂളുണ്ട്, കാത്തലിക് സ്കൂളുണ്ട്. അതിലൊന്നും ആരും നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല. ആകെ ഇത്രേ ഉള്ളൂ, ഒരു 15 ഫാമിലി ഉണ്ടാകും. നല്ല ഫാമിലികൾ തമ്മിൽ നല്ല രീതിയിൽ കാണുകയും പിടിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പരാതി, അതൊരു ഒരു ഷോർട്ട് പീരീഡിനുള്ള ഒരു പ്രശ്നമാണ്. ഞങ്ങളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അയർലൻഡിൽ ഞങ്ങൾക്കൊരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കറങ്ങാനായിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു, ഒരു ഫാമിലിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അത് പറഞ്ഞല്ലോ, റൂറലാണ്. പക്ഷെ നമ്മളത് 2 കൊല്ലത്തേക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വന്നാണ്. നിങ്ങൾ അന്നേരം എന്ത് വിസയിലാണ് വന്നത്? നിങ്ങൾക്ക് PR വിസ ആയിരുന്നോ അതോ വർക്ക് വിസ ആണോ? എന്നാ അത്? ഞങ്ങൾക്ക് 186 PR-ലാണ്, എംപ്ലോയർ സ്പോൺസേർഡ് വിസയിലാണ് വന്നത്. ഓക്കെ. ഒരു കോൺട്രാക്ട് അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടോ? കോൺട്രാക്ട് 2 കൊല്ലം നിൽക്കണം എന്നുള്ളൊരു കോൺട്രാക്ട്, ഒരു ന്യായമായ ഒരു കോൺട്രാക്ട് ആണ്. നമുക്കൊരു നമ്മൾ അവിടെ നിൽക്കണു, നമുക്ക് ഒരാൾ ഓസ്ട്രേലിയൻ PR തരുവാണ്. അപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഒരു 2 ഇയറിന് നമ്മൾ ഒരു മിനിമം മര്യാദ കോമ്പൻസേഷൻ കൊടുത്താൽ. പക്ഷെ ഇപ്പം ബ്രേക്ക് ചെയ്ത് വരാൻ മാത്രമുള്ള ഒരു അത്ര വലിയ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ, നിലവിലില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റിയ, നമുക്ക് കൃത്യമായിട്ട് പറയണ്ട. എന്നാലും നമുക്ക് ഇവിടെ ഒരു അയർലൻഡിലൊക്കെ അല്ലെങ്കിൽ UK അയർലൻഡിലൊക്കെ ശമ്പളം കുറവാണ്. അപ്പോൾ അയർലൻഡിനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ചുകൂടെ പൈസയും ആണെങ്കിലും നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ലേ?
അയർലൻഡിലെ സാലറിനേക്കാളും ബെറ്റർ ആണ്. എന്നുവെച്ചാൽ യു കെ വരുന്നവർക്ക് ഭയങ്കര ലാഭമാണ്. അത്രയും നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയാനില്ല. പക്ഷെ അയർലൻഡിൽ വരുന്നവർക്ക് യുകെയിൽ വരെ പോലെ ബെനിഫിറ്റ് പറയാനില്ല. കാരണം അയർലൻഡിലെ സാലറി എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. യു കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സെയിം ബേസിക് സാലറിയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അയർലൻഡിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഹൈക്ക് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ഹൈക്ക് പറയാനില്ല. പിന്നെ നമ്മുടെ ഓരോരുത്തരും വരുന്നവരുടെ ഓരോ ഇതുണ്ടായിരിക്കുമല്ലോ, നമുക്ക് റീസൺസ് ഉണ്ടായിരിക്കുമല്ലോ വരാൻ. ചിലർക്ക് ക്ലൈമറ്റ് ആയിരിക്കും, പിന്നെ ക്ലൈമറ്റ് ബേസ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ വലിയ ഭയങ്കരമായി ഇപ്പം ഞങ്ങള് സത്യം പറഞ്ഞ ഞങ്ങള് വരാനുള്ള ഏറ്റവും ഫസ്റ്റ് ഒരു കാരണം ക്ലൈമറ്റ് ആണ്. പിന്നെ വേറെ എൻ്റെ വീട്ടിലായാലും അമ്മ മാത്രമേ ഉള്ളൂ, അമ്മേനെ കൂടെ നിർത്തണം. അപ്പൊ അയർലൻഡിലാണെങ്കിൽ നിർത്താം, പക്ഷെ 3 മാസം കൂടുമ്പോ പോയിട്ട് വരണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയണൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ആൾക്കാർക്ക് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പലരോടും പറയാറുണ്ട്, ഞാൻ ബ്രിസ്ബേണിൽ വരാൻ ഉദ്ദേശിച്ചു, പക്ഷെ ഞാൻ സിഡ്നി വന്നു, 2 വർഷം അവിടെ നിന്നു, ഇവിടെ വന്നു, ഇപ്പോൾ ഇവിടെ വീട് ഇപ്പം നിങ്ങളിവിടെ നമ്മൾ ദൈവം അനുഗ്രഹിച്ച് ഇവിടെ ഒന്ന് കാണാൻ പറ്റി. അതുപോലെ പലരും വരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആരുടെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഞാൻ വരുമെന്ന് അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല. കാരണം അതൊരു ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരെനിക്കൊരു അന്യരല്ല, 3-4 വർഷമായിട്ട് എൻ്റെ അന്യനെ പോലെയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവർക്കിവിടെ ഇങ്ങോട്ട് ഭാവിയിലേക്ക് മൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 2 കൊല്ലം അവരോട് നിന്നു. അവർക്ക് കുറച്ച് കാര്യങ്ങളിൽ ലിമിറ്റേഷനുണ്ട്. എന്ന് വെച്ചാൽ ഷോപ്പിംഗ് ഒക്കെ അങ്ങ് ഭയങ്കരമായ എല്ലാ സാധനങ്ങളും, അതായത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനം അതുപോലെ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു പോസിറ്റീവ് വശം കൂടി ഉണ്ട്. ചിലവും കുറയും. ചിലവ് അതൊരു ബെറ്റർ ആണ്. ഈ 2 കൊല്ലം കൊണ്ട് നമുക്ക് സേവ് ചെയ്യാം. അതെ. അപ്പം ഞങ്ങൾ അയർലൻഡിൽ താമസിച്ചത് ഇതും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ തിരിച്ചു വെച്ച പോലെ ഡിഫറൻസ് ഉണ്ട്. അത്രയും വ്യത്യാസമുണ്ട്. നമ്മളിപ്പം മുന്നേ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് മേടിക്കണമെന്ന് തോന്നുന്നു, ആവശ്യമില്ലെങ്കിൽ നമ്മൾ മേടിക്കും. ഞങ്ങൾക്കിപ്പം നീ കണ്ടില്ല, ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എല്ലാം കടകൾ വട്ടത്തിലുണ്ട്, എന്ത് വേണേലും അപ്പം തന്നെ പോകും. മറ്റേ നിങ്ങൾക്ക് അത്രയും സാഹചര്യം നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല. അതാണ് അതിൻ്റെ അകത്തൊരു വ്യത്യാസം. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതാണ്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ 15 ഫാമിലിയുള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ ഇപ്പം മലയാളിക്കടയിൽ പോയാൽ, ഇവർ മലയാളിക്കടയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 15 ഫാമിലിക്കും വേണ്ട സാധനങ്ങൾ എങ്ങനെ ഈ അവർ പോകുന്ന ആൾ മേടിച്ചുകൊണ്ട് കൊടുക്കും, ഇവരൊന്ന് ഷെയർ ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? ഒരു വീക്കിൽ ഒരു 1 ഫാമിലിയെങ്കിലും പോകും. അപ്പോൾ എന്തായാലും ഇപ്പം എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിന്റെ ഒരു സമയത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒരു ഹെവി ഐറ്റംസ് ഒന്നും മേടിക്കാനില്ല. അത് ചിലപ്പോൾ 2, 3, 4 കൂട്ടം ഉണ്ടാവും. അങ്ങനെ കുറേ ഫാമിലി കൊടുക്കും. ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല, അവരൊക്കെ. ഓക്കെ. പിന്നെ ആകെയുള്ള വർഷത്തിൽ പ്രാവശ്യം എയർപോർട്ടോട്ട് പോകണമെങ്കിൽ മിൽദൂരെ വരെ പോകണം. നാട്ടിട്ട് പോകണമെങ്കിൽ നമ്മൾ ഒന്നുമില്ല മിൽദൂരെ പോവാ, ഇല്ലെന്നുണ്ടെങ്കിൽ അഡലേഡ് പോവാ. ഏറ്റവും വലിയ ഇത് റൂറൽ ഏരിയ ആണ്, പക്ഷെ അവിടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്. അതാണ് ഇവിടെ ഒരുമാതിരി. ഞങ്ങൾ വന്നത് കൊച്ചി ടു സിഡ്നി, സോറി അഡലേഡ് ഞങ്ങൾ ബ്രോക്കൺ ഹിൽ അങ്ങോട്ട് ഫ്ലൈറ്റിനെ വന്നിറങ്ങി അവിടെ തന്നെ. അപ്പോൾ അതാണ് കാര്യം. അപ്പം ഈ ആൾക്കാരുടെ പല കാര്യങ്ങൾക്കും നമ്മളെ കാണുന്ന ആൾക്കാരെ കൂടുതലും നല്ല സൗകര്യങ്ങളിൽ ജീവിച്ച് റീജിയണൽ എന്ന് പറയുമ്പോഴത്തേനും ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം ബുദ്ധിമുട്ടുള്ള കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത ഈ ഇവിടെ വട്ടങ്ങളിലൊക്കെ ഞങ്ങൾ 1 മണിക്കൂർ ഉള്ളിൽ വരെയൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങ് പോയി. അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കൊരു സൂപ്പർ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പോലും ഡെലിവറി ആണെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞാൽ നമുക്കൊക്കെ പിന്നെ ആമസോണിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിട്ടും. അപ്പോൾ ഇവനെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു ഇങ്ങനെയുള്ള 1-2 കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ ഭാവിയിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ഭാവിയിലെ നമ്മുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ല രീതിയിൽ ഒരു സേവിങ്സ് 1-2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇവരെ സംബന്ധിച്ച് വേറൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കൊച്ച പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളിപ്പോൾ ഒരു വിദ്യാഭ്യാസം ഹൈസ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എന്താ പറയുക ഉന്നത വിദ്യാഭ്യാസം പോകുന്ന സമയമാകുമ്പം ഇവർ ആ സമയം ആകുമ്പോഴത്തേനും അവർക്ക് തീർച്ചയായിട്ടും അവർ വേറെ നല്ല സ്ഥലത്ത് ഒന്ന് സെറ്റിൽ ചെയ്യാനും പറ്റും. അവിടെ സ്കൂളില്ലെന്നല്ല, അവരിപ്പോൾ സ്കൂളുകളൊക്കെ നല്ല ഇല്ലേ? കാത്തലിക് സ്കൂളുണ്ട്, പിന്നെ പബ്ലിക് സ്കൂളുണ്ട്. കോളേജസ് കുറവാണ്, ഒരെണ്ണം ഉണ്ട്. പക്ഷേ വലിയ കുട്ടികളുള്ളവർക്ക് ചിലപ്പോൾ അത്ര ഇതായിരിക്കത്തില്ല. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, അവിടെ വെള്ളപ്പൊക്കം, പാമ്പ്, ഇടിമിന്നൽ അതുപോലെ അങ്ങനെയുള്ള ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിപ്പോ നീ എത്ര പാമ്പിനൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട്? ഞാൻ 3 മാസമായുള്ളൂ. എഴിഞ്ഞടക്കണ പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. ആട് നടക്കണ പാമ്പല്ലേ? അതെ. ഓക്കെ. അവിടെ ഒരു 12 വർഷമൊക്കെ ആയി താമസിക്കുന്ന മലയാളി ഫാമിലീസ് ഉണ്ട്, വീട് വാങ്ങിച്ച് താമസിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും കണ്ടിട്ടില്ല. അവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പാമ്പുണ്ടോന്ന്. പക്ഷെ അവര് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാടും കാണുന്ന അതുപോലും പാമ്പിനെ പോലും കണ്ടിട്ടില്ല. സത്യം. പക്ഷെ അതൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മള് അത് പേടിച്ചിട്ട് അതൊരു കാരണമല്ല, വരാതിരിക്കണ്ട. വരാനിരിക്കാനുള്ള ഒരു കാരണം
മാറ്റൊരു പാമ്പായിട്ട് മാറിയിട്ടില്ല. പിന്നെ വരണ്ട പാമ്പ് അപ്പം രാവിലെ ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് പാമ്പ് വരിക, അതുപോലെ ബെഡേ കയറി കിടക്കുക, രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന നമ്മുടെ സൈഡിൽ പാമ്പ് കിടന്നുറങ്ങുക, അല്ലെ രാവിലെ എന്നാ പറയുന്നത് കിച്ചൺ സിങ്ക് തൂങ്ങി കിടക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ നിങ്ങൾ ഒത്തിരി കാണുമായിരിക്കും ഡെയിലി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതെല്ലാവരുടെ വീട്ടിലുണ്ട്. നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്താൽ പാറ്റ ഒന്നും ഒറ്റയൊക്കെ വരും. അത് ഇവിടുത്തെ വെതർ മാറുന്നതനുസരിച്ച് വരും. പാറ്റ അയർലൻഡിലും ഉണ്ട്. പാറ്റ അയർലൻഡ് UK ഒക്കെ ഉണ്ട്. പാറ്റ വെള്ളപ്പാറ്റ ഇങ്ങനെ ചെറിയ പാറ്റകൾ വരാറുണ്ട്. അതിനോട് ഈ പെസ്റ്റ് കൺട്രോൾ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെയും കുറച്ച് കാണും. കാരണം പെസ്റ്റ് കൺട്രോൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നിടത്ത് പാറ്റ അതിനുള്ള മരുന്നൊരു കൂട്ടി ഇവിടെ എല്ലായിടത്തും പഠിക്കും. അപ്പം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പാറ്റയ്ക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ പുറത്ത് വെക്കാതിരിക്കുക, ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ ആണെന്ന് കുറച്ചൊക്കെ ഉണ്ടോ? അങ്ങനെ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ കാണുന്നതിന്റെ ഒരു 10% ഒക്കെ അത്രേ ഉള്ളൂ. നോർമൽ അല്ലേ? നമുക്കിപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കേരളത്തിൽ ഈ പട്ടിശല്യം കാരണം നടക്കാൻ പല വഴിയെ കൂടെ അതൊന്നും അത്ര അതിൻ്റെ 1001 പ്രശ്നം പോലും എനിക്കിവിടെ വന്നിട്ട് നമുക്കൊരു ഫീല് പോലും ചെയ്തിട്ടില്ല അല്ലേ? അതുപോലെ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടാൽ തോന്നും അവർ ഒരു സാധനം കാണാത്ത ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണെന്ന്. അങ്ങനെയൊന്നും അല്ല എൻ്റെ കാര്യങ്ങൾ. അടുത്ത ചോദ്യം ആൾക്കാർ ചോദിക്കുന്നത് ഈ റേസിസം എന്ന് പറയുന്നത് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ട് എനിക്ക് ഇവിടത്തെക്കാളും കൂടുതൽ റേസിസം ഫീൽ ചെയ്തിട്ടുള്ളത് UK മോശമായിട്ട് പറയില്ല. UK ഞാൻ UK കുറച്ചാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വണ്ടി കയറിയിരുന്ന ഇംഗ്ലീഷുകാർ വരെ തെറി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അങ്ങനെ എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യട്ടെ. പിന്നെ വർക്ക് പ്ലേസ് ഇപ്പോൾ ചിഞ്ചുവിനൊക്കെ നിനക്കൊക്കെ ആധികാരികമായിട്ട് പറയാൻ പറ്റും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അങ്ങനെ ഒരു റേസിസം ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാനുണ്ടോ? ഉള്ള പോലെ പറഞ്ഞു. ഇത്ര നാളും കൊണ്ട് എന്റെ വാർഡിലുള്ളവരെല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പൊ അയർലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയർലൻഡിൽ ഇപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയ ഒരു ഫുട്പാത്തിൽ പോയിരുന്ന നമ്മളതിൽ പോണ ഒരു 10 ഗുഡ് മോർണിംഗ് ഇവിടെ അത് കിട്ടിയ. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ അല്ല, ഇവിടെ ചിലപ്പോൾ ഉന്തിയിട്ട് പോയാലും ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് വരും. അത് ഇവിടുത്തെ ഒരു മിക്സഡ്, ഇവിടുത്തെ ഒരു ഏഷ്യൻ കൾച്ചർ. നമ്മളിപ്പോ കേരളത്തിൽ മനസ്സിലാവാൻ പറഞ്ഞെന്നുള്ളൂ. ഒരു 10 പേര് അയർലൻഡിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഇവിടെ 2 പേര് പറയും. ശരി, നീ കേരളത്തിൽ സോറി ഇത് ചോദിക്കാൻ മറന്നുപോയി. ഒന്ന് പറയാം, എബിന്റെ നാട് പരിചയപ്പെടുത്താൻ മറന്നുപോയി. എബിന്റെ നാട് എന്ന് പറഞ്ഞ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ്. ചിഞ്ചുവിന്റെ? ഞാൻ എറണാകുളം ജില്ലയാണ്, കുട്ടമ്പുഴ എന്ന് പറയും, കോതമംഗലം കുട്ടമ്പുഴ അവിടെയാണ്. ഓക്കെ, അത് പറയാൻ മറന്നുപോയി. പിന്നെ അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേനേ ഞാൻ എബിനോട് ആദ്യം ചോദിച്ചപ്പോൾ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാണ്. മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ പോയി നല്ല അതിലൊക്കെ നടന്നു കഴിഞ്ഞാൽ എബിനോട് എത്ര പേര് ഗുഡ് മോർണിംഗ് പറയും? അല്ല, അതെനിക്ക് പറഞ്ഞിട്ട് ബാക്കി ഇത് പറഞ്ഞാൽ മതി. നമ്മൾ UK പോയി 13-14 വർഷം UK നിന്നു. നമ്മൾ പോകുന്ന പട്ടിയോടും പൂച്ചയോടും വരെ ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു ഹാബിറ്റ് അവിടെ ഉള്ളത്, അത് അവരുടെ ഒരു രക്തത്തിലുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ബെറ്റർ ലൈഫ്, ഒരു ബെറ്റർ സോഷ്യൽ ലൈഫ്, അതാണ് നമുക്ക് ഇവിടെ. ഇതെന്നറിയാവോ, ഈ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ ലൈഫ് അല്ല അവർക്കുള്ളത്. നമ്മൾ മലയാളികളുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നതും ഇംഗ്ലീഷുകാരുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷുകാരുടെ സോഷ്യൽ ലൈഫ് എന്ന് അടുത്ത് പബ് ഉണ്ടായിരിക്കുക, ഡാൻസ് ചെയ്യാൻ പറ്റുക, അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലേ വേറെയാണ്. നമ്മളെപ്പോലുള്ള ലൈഫ് സ്റ്റൈലല്ല. നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക, ഞായറാഴ്ച പള്ളിയിൽ പോവുക, 4 മലയാളികളെ കാണുക, ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുക, അവിടെ പോയി നേരെ അത് കഴിഞ്ഞ് അവിടെ നേരെ ഡ്യൂട്ടിക്ക് പോവുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പള്ളിയാണ്. പള്ളിയെ ബേസ് ചെയ്താണ് മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫ്. ക്രിസ്ത്യാനികളാണെങ്കിൽ, ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി മറ്റു ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കുമ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങൾ അയർലൻഡിൽ നിന്നതിൽ കൂടുതൽ അയർലൻഡിൽ നിങ്ങൾ കൂടുതൽ സമയം ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ ഗാഡ്ജറ്റിലാണ്. അയർലൻഡിൽ UK എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മിക്ക സമയങ്ങളിൽ ഞാൻ വിളിക്കുമ്പോൾ നീ ആമീനെ കൊണ്ട് ഒന്നേ സ്വിമ്മിങ് അല്ലെങ്കിൽ പാർക്ക് ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ സോഷ്യലി അത് അയർലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ഡോർ ലൈഫ് ഉണ്ട്. ഔട്ട്ഡോർ ലൈഫ് നമ്മൾ സ്വന്തം നാടും വിട്ട് എല്ലാം വിട്ട് വേറൊരു രാജ്യത്ത് പോവാണ്. നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഒതുങ്ങി ചുണ്ടുകൂടി ഇരിക്കാനല്ലല്ലോ, നമ്മള് എൻജോയ് ചെയ്യാം. ലൈഫ് വേണം. അപ്പൊ ഞങ്ങൾ അതും കൂടെ പ്രിഫർ ചെയ്തിട്ടാണ്. ഒരു പർട്ടിക്കുലർ ഒരു 4-5 കാരണങ്ങളുണ്ട് നമുക്ക് അങ്ങനെ. ഒന്നാമത് വെതർ. പിന്നെ എന്റെ ഫാമിലിയില് അമ്മ മാത്രമേ ഉള്ളൂ നാട്ടില്, കൂടെ നിർത്താം. നമുക്ക് ഇവിടെ 3 വർഷം വരെ വിസ കിട്ടും. പിന്നെ ഔട്ട്ഡോർ ലൈഫ് ഉണ്ട്. പിന്നെ ബെറ്റർ പേ ഉണ്ട് ഇവിടെ കമ്പയർ ടു അയർലൻഡ്. പിന്നെ
പിന്നെ വീട് വീട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യം. പേയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ടാക്സ് റിലീഫ് ഇല്ല, പേയ്മെന്റ് കൂടുതൽ കിട്ടുന്നില്ല, റീജിയണൽ ടാക്സ് റിലീഫ് ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾക്ക് അക്കോമഡേഷൻ ഒക്കെ അവർ ഒരു 1 year ഫ്രീ ആണ്, പിന്നെ വേറെ പാക്കേജും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ എമൗണ്ടുകളൊന്നും പറയുന്നില്ല, കാരണം പലർക്കും പലതാവരാണ്. എന്നിരുന്നാലും ആ ഒരു കാലഘട്ടം ചിലപ്പോ നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വേറെ എംപ്ലോയർ ഇപ്പൊ ആ കാലമൊക്കെ പോയി. ഇപ്പം വിസയെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അന്ന് ഞാനൊരു കാലത്ത് പറയുമായിരുന്നേ, PR നിങ്ങൾ നോക്കണമെങ്കിൽ PR എന്തായാലും കിട്ടും, കുറച്ച് പൈസയുടെ കാര്യമുള്ളൂ, വൺസ് ഇൻ ലൈഫ് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾ ഓക്കെ സെറ്റിൽഡാന്ന് പറഞ്ഞു. പക്ഷേ പല ആൾക്കാരും അന്ന് പറയാത്തവർ ഇപ്പോഴും ഇപ്പോൾ പോലും PR കിട്ടിയാലേ പോകുള്ളൂ, പാക്കേജ് കിട്ടിയാലേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽപ്പുണ്ട്. പാക്കേജ് കിട്ടി പോകുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള സഹനങ്ങൾ അവിടെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യണം, എല്ലാവർക്കും മറ്റേ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. വലിയ പിള്ളേരുള്ളവരാണ് കോംപ്രമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പൊ ഞങ്ങൾ വന്നിട്ട് 3 മാസമായുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഇവിടുത്തെ വിസയുടെ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകണം എന്നൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതൊരു ഏത് വിസയാണ് കിട്ടണേ അതിൽ കയറി പോരുക, വണ്ടി പിടിക്കാന്നുള്ള അടുത്ത വണ്ടി പിടിക്കാന്നുള്ള. ഇവിടെ വന്ന ഒരു നേഴ്സിന് ജോലി കിട്ടാണ്ടിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം നമുക്ക് പ്രോപ്പറായിട്ടൊരു വരാനൊരു റീസൺ ഇല്ലാണ്ട് എല്ലാവരും പോവാ ഞങ്ങളും പോവാ ആ രീതിയിൽ വന്നാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. കാരണം നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റീസൺസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആവുന്നത്. അപ്പം നിങ്ങൾ പൊതുവെ ഇപ്പം നിങ്ങൾ വന്നത് തീരുമാനം നിങ്ങൾ മോശമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല? ഇല്ല, ഞങ്ങളൊരു 2018 തൊട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു പ്ലാൻ ചെയ്തിട്ട്. ആർക്കായിരുന്നു നിർബന്ധം വരാനായിട്ട്? എനിക്കായിരുന്നു. ഇനിഷ്യലി നോക്കിയപ്പോഴത്തേനും കോവിഡ് വന്നു, അതിനുശേഷം നമ്മൾ അയർലൻഡ് പോയി. പിന്നെ അവിടുന്ന് ഇപ്പോഴും മുമ്പിട്ട് നോക്കി നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം. അപ്പം നിങ്ങൾ എന്തിനാ ഈ ബ്രിസ്ബെയിനിൽ വന്നേക്കുന്നതിന്റെ കാരണം എന്ന് പറയാം? 3 മാസമായി അവിടെ വന്നിട്ട്. ബ്രിസ്ബെയിനിൽ വന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ റിലേറ്റീവ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഇന്ന വലിയ പെർത്തി പോകണം, ക്യൂൻസ്ലാൻഡിൽ പോകണം, അല്ലെങ്കിൽ മെൽബണിൽ പോകണം, സിഡ്നി പോകണം, അങ്ങനെ നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അറിയാവുന്നവരും കുറച്ച് ഫ്രണ്ട്സ് ഉള്ളതൊക്കെ ബ്രിസ്ബെയിനിലാണ്. ബ്രിസ്ബെയിൻ എന്ന് വെച്ചാൽ ക്യൂൻസ്ലാൻഡില്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഫ്യൂച്ചറിൽ ഇതായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ ചേട്ടനെ കാണല്ലേ, അതെ, ഞങ്ങൾ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. മുഖാമുഖം കണ്ടിട്ടില്ലേ? മുഖാമുഖം ഈ പ്രാവശ്യം എന്നെ ആവശ്യത്തിനൊക്കെ പൊക്കിയിട്ടുണ്ട്, ഇത്ര ഇനി പൊക്കണ്ട. അപ്പം ചിഞ്ചു ബ്രിസ്ബെയിൻ വന്നിട്ട് എന്താണ് ചിഞ്ചുവിന്റെ വാട്ട് ഡു യു ഫീൽ? ഇവിടെ വരുമ്പോൾ നമുക്ക് നാട്ടിലെ കേരളം പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ താമസിക്കുന്നത് അവിടെ കുറച്ച് ഡ്രൈ ലാൻഡാണ്, ഇത്രയും പച്ചപ്പും ഹരിതാപ്പും ഒന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നാട്ടിലെ ഒരു ഫീൽ ചെയ്യും. നമ്മുടേതായ പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം എല്ലാ സാധനവും ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെയാണ് ഇങ്ങോട്ട് വരാനുള്ള കാരണങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ രണ്ടിൻ്റെ ഗുണമുണ്ട് ദോഷങ്ങളും ഉണ്ട് അല്ലേ? ഇപ്പം നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കണയിടത്ത് ഇപ്പോൾ എന്ത് ദോഷം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് വന്നു. പക്ഷേ അതൊരു ഷോർട്ട് ടൈമിനേ ഉള്ളൂ, ഒരു മാക്സിമം 2 year. 2 year കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അവരാരും വേണ്ടെന്ന് പറയത്തില്ല. പക്ഷെ നമുക്ക് 2 കൊല്ലം മതി എന്ന് കഴിഞ്ഞാൽ പോരും. അപ്പോൾ 1 കൊല്ലമായാലും നമുക്ക് നിന്നിട്ട് പോരാ, വേണമെങ്കിൽ പോരാ, അവർക്കുള്ള അതെ. അതുകൊണ്ട് അതിന്റെ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം അതൊരു ഹർബറി ആയിട്ട് തിരിച്ചു പോരേണ്ട ഒരു അത്യാവശ്യം നിലവിലില്ല. കാരണം കൂടുതൽ നിൽക്കുന്തോറും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സേവിങ്സ് അവിടെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബെറ്റർ ആയി, കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്ത് വന്നിട്ട് അയർലൻഡിലെ ലൈഫായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഷ്ടം പോലെ. ആണുങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലാണ് ആദ്യം 1 മാസം ഒന്ന് വെറുതെ ഇരുന്നെങ്കിൽ ഇപ്പൊ 2 ജോലി ചെയ്യുന്നുണ്ട് നീ അല്ലേ? ഇപ്പൊ നിലവിൽ 2 ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കിട്ടാൻ റൂറൽ ഏരിയ ആയിട്ട് എല്ലാവരും ഇച്ചിരി പാടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു 1.5 മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ജോലി കയറിയത് കേട്ടോ. പക്ഷെ 1.5 മാസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു. അയ്യോ ഇനി ജോലി കിട്ടുമോ, 2-3 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും വിളിക്കുന്നില്ല. ഞാൻ എന്നാ നിന്നോട് പറഞ്ഞേ? അപ്പൊ അന്നേരം ചേട്ടൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യുക, ഇതൊന്നും ഒന്നുമല്ല, 3, 4, 5 മാസമായിട്ട് ആയവരെ സമയം റിലാക്സ് ചെയ്യാനല്ലേ പറഞ്ഞത്. അതെ അതെ. ഇപ്പൊ 2 ജോലി ചെയ്യുന്നുണ്ട്. 2 ജോലി കൂടെ ചെയ്യുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ലാന്ന് അവസ്ഥ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കുത്തി ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ ഇവർ 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായം പറയുന്നത്. പക്ഷെ നമ്മളോട് ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവും. എപ്പോഴും കേൾക്കണം, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് പറയണ അതിലുമായിരിക്കും ഊന്നി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ടൊക്കെയാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ. 2 കൊല്ലം നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും
നമുക്ക് നിൽക്കാം. നമുക്ക് അതായത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നമുക്കൊരു PR തരുവാണ്, പെർമനന്റ് റെസിഡൻസി തരുവാണ്. അതിനൊരു വാല്യൂ കൊടുത്താൽ നമുക്ക് ഈ 2 വർഷം നിൽക്കാമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വരുന്നവർ അവർ ഓക്കെയാണ്, റൂറലിൽ പോകാൻ ഓക്കെ ആണെങ്കിൽ അവിടെ പോയി ഒരു 2 വർഷം നിന്ന് സേവ് ചെയ്യണവർക്ക് എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ ഒരു വീട് വാങ്ങിച്ച് സെറ്റിൽ ആവാൻ പറ്റും. നമ്മളൊരു സിഡ്നി അല്ലെ അങ്ങനെയുള്ളൊരു വലിയൊരു സിറ്റി പോയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമായിട്ട് ഹൈ ചെയ്യുമ്പോൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് സെറ്റിൽ ആവാനുള്ളൊരു ടൈം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ റൂറലിൽ ചെന്ന് അവിടെ ഓക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളവരാണെങ്കിൽ, അത്യാവശ്യം മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ സ്ഥലങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റിനെ കുറിച്ച് ഒരു ഇത് പഠിച്ചിട്ട് നമുക്ക് എവിടെയാണോ സെറ്റിൽ ചെയ്യേണ്ടത് അവിടെ പോയി അതിന് മുമ്പായിട്ടൊന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിച്ചറിഞ്ഞിട്ടോ നമുക്ക് എവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിന് വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാം. ഇതുപോലെ എവിടെയെങ്കിലും പോയി കാണാനോ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും തങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി കണ്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. അതുപോലെ നിങ്ങൾ ബ്രോക്കൺ ഹില്ലിലേക്ക് വരുന്ന സമയത്ത് ഇത് വീഡിയോ കണ്ടിട്ട് ബ്രോക്കൺ ഹില്ലിൽ വരുന്നവർ ചോദിക്കുക അവിടെ ഇവിടെ പേഴ്സണലായിട്ട് നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ട് തന്നെ ആദ്യ കമൻറ്റുകൾ നമ്മൾ റിപ്ലൈ ചെയ്യാം വരുന്നവരുണ്ടെങ്കിൽ. ഇനി അങ്ങനെ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. ലാസ്റ്റായിട്ട് ഒരു കാര്യമായിട്ട് ഞാൻ ചോദിച്ചിട്ട് നിർത്തുവാണ്. കാരണം അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ബ്രോക്കൺ ഹില്ലോട്ട് വരുമ്പോൾ ഇവിടെ ഇത്ര മലയാളി ഫാമിലി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ വന്നത്? ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമായിരുന്നോ? ഏകദേശം അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ആയാലും പ്ലാൻ 2 കൊല്ലം നിൽക്കുക അല്ലെങ്കിൽ 3 കൊല്ലം നിൽക്കുക, അത് കഴിഞ്ഞിട്ട് പോവുക, മാറുക, നല്ല ബെറ്റർ ആയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 പേര്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഒരു 12-13 വർഷമായിട്ട് അവിടെ വീട് മേടിച്ച് 2-3 വീട് മേടിച്ച് 2 വീടൊക്കെ മേടിച്ച് സെറ്റിൽ ആയവരെ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു വീട് മേടിക്കുന്ന കാശുണ്ടെങ്കിൽ അവിടെ 3 വീട് മേടിക്കാം. പിന്നെ അപ്പൊ അതിന്റെ സ്ഥലത്തിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ നമ്മൾ ഒതുങ്ങി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർക്ക് അവരെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും. അതെ, അവിടെ എല്ലാ സാഹചര്യം ഉണ്ട്. നമുക്ക് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. അത് മാത്രം എന്നാന്ന് വെച്ചാ മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ഡൊമിനോസ് ഉണ്ട്, KFC ഉണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. അല്ലാണ്ട് പട്ടിക്കാട് അല്ലെങ്കിൽ ഒരു കാട്ടുപ്രദേശം ഒന്നും അല്ല. പിന്നെ അവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിറ്റി കഴിഞ്ഞാൽ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സിറ്റി വരുന്നത്. പക്ഷേ ഈ സിറ്റിക്കകത്ത് എല്ലാം കിട്ടും നമുക്ക്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മട്ടയരി, അതായത് കുത്തരി ഒഴികെ ബാക്കി എല്ലാ സാധനവും നമുക്ക് കുത്തരി ഉണക്കാപ്പൊക്കെ വേണം, അത് ചുട്ട മീനൊക്കെ വേണമെന്നുള്ള പറ്റത്തില്ല. മനുഷ്യന് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഈ സാധനത്തിൽ ഇത് കിട്ടും. അപ്പൊ നിങ്ങള് ഇവരുടെ അനുഭവം ഇവർ പറഞ്ഞു. ഞാനിപ്പം ഇവർക്ക് കിട്ടിയ പാക്കേജ് എത്രയാ, എന്താണ് അവർ വേറെ ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല വെളിപ്പെടുത്തി ഒത്തിരി തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അന്ന് കിട്ടിയ ഇവർക്ക് കിട്ടുന്ന രീതിയിലുള്ള പാക്കേജുകൾ കാര്യങ്ങളല്ല. നമ്മൾ ആദ്യമേ പാക്കേജ് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ സേവ് ചെയ്യാൻ പറ്റാത്തതിലും കൂടുതലൊന്നുമല്ല പാക്കേജ് എന്ന് പറയുന്നത്. 1 ഇയർ കൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഇവിടെ നിന്ന് ഒരു പാക്കേജ് ഇല്ലേ പോലും വന്ന് നിന്നാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് അത്യാവശ്യം എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജോലി ചെയ്യണം. ജോലി ചെയ്താൽ നല്ല രീതിയിൽ നമുക്കത് സേവിങ് അത് ഓവർകം ചെയ്ത് നല്ല ഒരു ബെറ്റർ ലൈഫിൽ വേർപ്പിന്റെ അസുഖമുള്ളവരും അത് പറ്റണ്ട. അതുപോലെ ഒരു ലാസ്റ്റ് കാര്യം, അവിടെ ഈ ഉള്ളിലെ തണുപ്പാണ്, കാലാവസ്ഥയെ കുറിച്ചൊന്ന്. കാലാവസ്ഥ വെതർ ഫസ്റ്റ് പ്രിഫറൻസ് വെതറായിരുന്നു. അവിടെ ചൂടാണ് തണുപ്പാണോ? ശരിക്കും അവിടെ ചൂടൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുണ്ട്. 35 ഒരു ആവറേജ് കിട്ടും. അതായത് 45 ചില ദിവസങ്ങളിൽ 45 ആയിരിക്കും, ചില 35, 30, 25. പക്ഷെ നമുക്കൊരു ഇവിടുത്തെ അത്രയും ഇത് കാണിക്കുമെങ്കിലും നമുക്ക് ഹ്യൂമിഡിറ്റി ഇല്ല. നമുക്കൊരു സുഖ കാലാവസ്ഥയാണ്. പിന്നെ തണുപ്പ് കാലം വിന്ററിൽ വരുമ്പോൾ ഇപ്പൊ എല്ലാവരും ഇവിടെ പറഞ്ഞത് 5 ഒക്കെ വരും എന്നൊക്കെയാണ്. അതായത് ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തെ കാര്യമായിട്ടേ പറയണേ. പല സ്ഥലത്തും പല കാലാവസ്ഥയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. എന്തായാലും ടോട്ടലി നിങ്ങളുടെ മൂവിയിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ വേറെ ഒരാളോട് വരാനുള്ളവരോടും കൂടെ ഇതാണ് നേരത്തെ പറഞ്ഞത്. വരാനുള്ളവരോട് പറയാൻ ഞാൻ ഒറ്റ ഇത് പറയാം. നിങ്ങളിപ്പോൾ എന്ത് വിസ ആയാലും ഇപ്പോൾ PR കിട്ടണമെന്നില്ല, ചിലപ്പോൾ 482 ആയിരിക്കും, വേറെ പല വിസ ആയിരിക്കും. പക്ഷേ ഒരു ചാൻസ് കിട്ടിയാൽ ഇപ്പം അയ്യോ നമുക്ക് PR ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അത് പെൻഡിങ് ആക്കരുതെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പറയണേ കേട്ടോ. ബെറ്റർ എപ്പോഴും PR കിട്ടി വരുവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഓസ്ട്രേലിയയിലെ സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾക്ക് ചിഞ്ചുവിന് ജോലി കിട്ടിയ സമയത്ത് ഒരുപാട് 186 പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് തീരെ കുറഞ്ഞു. ഒരുപാട് അതെ. അപ്പൊ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയ റൂറലാണോ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കണ്ട,
കയറിപ്പോരും. അതിനോട് പാഷനുണ്ട്, നമുക്കൊരു തക്കതായ റീസൺ ഉണ്ട്. ഓസ്ട്രേലിയയിൽ പോയേ മതിയാവും. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കണവർ ഒന്നും നോക്കരുത്, കയറിപ്പോരുക. ഞങ്ങളുടെ അനുഭവമാണ് പറയണത് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, പലരും എല്ലാവരും അയർലൻഡിൽ നിന്ന് UK എന്നൊക്കെ അയ്യോ അവര് പോയി ഇവര് പോയി അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പൊ ചിഞ്ചു ആദ്യം പറഞ്ഞ പോലെ പോരരുത്. നമുക്ക് അതിന്റെ ഒരു നമുക്ക് നീഡുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അനലൈസ് ചെയ്യുക, വിളിച്ച് ചോദിക്കുക, അന്വേഷിക്കുക. പിന്നെ ഒരു മൈൻഡ് മേക്കപ്പ് ചെയ്യുമോ, ഞാൻ മാറാൻ പോവുകയാണ്, അപ്പൊ എനിക്ക് ഇന്ത്യൻ സ്ട്രഗിൾ ഉണ്ട്, ഒരു ചെടി പറിച്ചെടുത്ത പോലെ. അപ്പൊ ആ സ്ട്രഗിളിൽ കൂടെ ഒന്ന് ഓവർകം ചെയ്ത് പിന്നെ നിങ്ങൾ സ്റ്റേൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറിച്ചെറിഞ്ഞാലും പോയല്ലോ. അതാണ് എനിക്ക് ഗ്യാരണ്ടി. അപ്പം നമ്മൾ ഇതോടെ ഇത് നിർത്തുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ചായെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ, ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും എൻ്റെ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. അതായത് നമ്മുടെ ചേട്ടനെ പോലെ ചേട്ടൻ. അപ്പൊ പുള്ളി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ ഒരു കാരണവും കൂടെ പുള്ളിയാണ്. നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട്, അതായത് 2000 ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് ഒരു ബെറ്റർ ഒരു കൺട്രിയിൽ പോയി സെറ്റിൽ ആവുക എന്നുള്ളത്. അപ്പോൾ അത് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് പുള്ളീനെ എനിക്കറിയാം. പുള്ളി അതിന് കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കണം. അതെ, എബിൻ്റെ കൂടെ എബിൻ ആ പറയുമ്പോഴും എബിനെ ഞാൻ കൊണ്ടുവന്ന് പറയുമ്പോഴും എബിൻ ത്രൂ ഒത്തിരി പേര് വീണ്ടും നമ്മളോട് നമ്മൾ പ്രോസസ്സ് വരാനായിട്ട് നോക്കുന്നുണ്ട്. കുറച്ചൊരു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതായതുകൊണ്ടും ഇതാണ് ഏറ്റവും വലിയത്. നമുക്ക് ആരാണ് ജെനുവിൻ ആരാണ് ഫേക്ക് എന്നുള്ള പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി എപ്പോഴും നിങ്ങളുടെ ഒരു സ്റ്റഡി ഗൂഗിളിൽ എല്ലാ വിവരങ്ങളും അവൈലബിൾ ആണ്. ഒരാൾ പറഞ്ഞെന്ന് ഓർത്ത് ചാടി വരരുത്, അതിനെക്കുറിച്ച് പഠിക്കുക, ജെനുവിൻ ആണോ നോക്കുക. ഒരുപാട് ഇപ്പോൾ എന്നെ ഏജൻസിൻ്റെ ഇത് ചെയ്യാൻ തന്നെ ഫ്രൂട്ട് പിക്ക് ചെയ്യാനൊക്കെ വിസയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയില്ല ആരും ഇതിന് വേണ്ടിയിട്ട് ആരും ഒരു ഏജന്റിന് പൈസ കൊടുത്ത് ഓസ്ട്രേലിയക്ക് വരേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം അതൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്തൊക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇവരുടെ ഒരു ഇൻഫർമേഷൻ ഇത്രയും നേരം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പിന്നെ നമുക്ക് സമ്മതിച്ച എബിനും ജിഞ്ചുനും ഒത്തിരി നന്ദി. അവർക്ക് ഇങ്ങോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട്, അവരെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പം ബ്രിസ്ബേണിൽ വെച്ച് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയിൽ എബിനും ജിഞ്ചുനും താങ്ക് യു പറയുന്നു. താങ്ക് യു ജിഞ്ചു, സോറി താങ്ക് യു എബിനെ.